ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ആയിട്ടുള്ള വിശേഷങ്ങൾക്കായി വന്നതാ. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് കടലമിഠായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നിലക്കടല ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അവനില്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം തടവിയിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി. ഇത് ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത്. നിലക്കടല എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും വെച്ചിട്ട്, അതായത് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കലക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാനിതൊരു 8 മിനിറ്റ് വേവിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ആദ്യം ഒരു 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 4 മിനിറ്റിൽ വെക്കുക. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ 4 മിനിറ്റും കൂടെ വെക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് കടല വറവായി വന്നിട്ടുണ്ടാവും. ഇനി അതവിടെ കിടന്ന് കുക്കാവട്ടെ. ആ സമയത്തിൽ നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ പൊടി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി പത്തിരി വേഗത്തിൽ കുറച്ച് പരത്തി ചുട്ടെടുക്കട്ടെ. അപ്പോൾ പരത്തുന്ന വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ വേഗത്തിൽ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കാം. ഇനി സമൂസക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ സമൂസയ്ക്കുള്ള ഉരുളക്കിഴങ്ങും സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ അതിന് ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ ഉമ്മ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. സമൂസയ്ക്കുള്ള ചിക്കൻ അവിടെ ഫ്രൈ ആയി വരട്ടെ. ഇതാ ബിരിയാണിക്ക് ഉമ്മ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ മസാല മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് രണ്ട് താത്തമാരോടും നോമ്പ് തുറക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ നാത്തുമാരോട്. അപ്പോൾ അവരും അവരുടെ ഹസ്ബൻഡ്സൊക്കെ ഒന്ന് നോമ്പ് തുറക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി, ബീഫ് വരട്ട്, പത്തിരി, ബീഫ് കറി, സമൂസ, പിന്നെ പഴംപൊരി, കൊക്കവട, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരട്ടിയെടുക്കണം. ഓരോ പണികളും പെട്ടെന്ന് ഒരുക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ മസാല റെഡിയാക്കാനുള്ള സവാള പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കട്ടെ, സമയം വൈകി. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുക്കായി വരുന്ന സമയം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഒന്ന് പിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ സവാളയും ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂണോളം ഞാൻ ചിക്കൻ മസാല ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളകും ചേർക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സമൂസൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പഴംപൊരി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം ഒരുപാടായിട്ടുണ്ട്, അപ്പോൾ വീഡിയോ എടുത്ത് നിന്നില്ല. ഉമ്മ അതാ ഇവിടെ പഴംപൊരി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കിയതാട്ടോ. അങ്ങനെ നോമ്പ് തുറക്കുള്ള പലഹാരങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി മെയിൻ ഫുഡായിട്ടുള്ള പത്തിരി, ബീഫ് കറി, ഉരുളക്കിഴങ്ങിട്ട് വറുത്തരച്ചിട്ടുള്ള ബീഫ് കറി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ബീഫ് കറി റെഡിയായി, പത്തിരി റെഡിയായി, പിന്നെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ബീഫ് വരട്ടിയത് റെഡിയായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത്താഴത്തിനുള്ള കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് ശരിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ പയറാണ് കേട്ടോ അത്താഴത്തിന് ഉപ്പേരി. ഇന്ന് അത്താഴത്തിന് ചിരങ്ങ താളിച്ചതും പയറുപ്പേരി, പിന്നെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കാം. ഇനി വീഡിയോ എടുത്ത് നിൽക്കുന്നില്ല. അപ്പോൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ലാസ്റ്റിൻ്റെ ഉണ്ടാക്കിയ കടലമിഠായും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള കടലൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ശർക്കരപ്പാനിയിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഈ കടലയും മിക്സാക്കിയിട്ട്
നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ആ ഇളം ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് നമുക്കത് ഏത് ഷേപ്പിലാണോ അതുപോലെ ആക്കിയെടുക്കണം. ഒരു സ്നിക്കേഴ്സിൻ്റെ രുചിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.